ഭാരതീയ ദൈവസങ്കല്പങ്ങളിൽ പ്രഥമ സ്ഥാനം ഗണപതിക്കാണ്. ഗണപതി വാസ്തവത്തിൽ ആരാകുന്നു, എന്താകുന്നു? ഗണപതിയുടെ പൊരുളും പരമാർത്ഥവും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മനുഷ്യൻ്റെ ഉടലും ആനയുടെ ശിരസ്സുമുള്ള ഒരു വിചിത്ര രൂപമാണ് ഗണപതിക്ക് കൽപ്പിച്ചു നൽകപ്പെട്ടിട്ടുള്ളത്. വിഗ്രഹഭാഷ വശമില്ലാത്തവർക്ക് ഈ കാവ്യബിംബം എന്താകുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ആനത്തലയും മനുഷ്യൻ്റെ ഉടലും പ്രതീകവൽക്കരിക്കുന്ന ഗൂഢാർത്ഥങ്ങൾ ചികഞ്ഞെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ഗണപതി വിഗ്രഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന ദാർശനിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. മുറം പോലെ വലിപ്പമുള്ള ചെവികൾ, തീരെ ചെറിയ കണ്ണുകൾ, തുമ്പിക്കൈ, നീണ്ടുകൂർത്ത കൊമ്പുകൾ എന്നിവ ആനത്തലയുടെ പ്രത്യേകതകളാണ്. ആനയുടെ മുറം പോലെയുള്ള വലിയ ചെവികൾ ശ്രവണ സൂക്ഷ്മതയുടെ പ്രതീകമാണ്. ശബ്ദതരംഗങ്ങളെ ചോർന്നു പോകാതെ ആവാഹിച്ച് കർണപുടങ്ങളിലേക്ക് അയക്കാൻ വിസ്താരമേറിയ ചെവികൾ സഹായിക്കും. ശരീരവലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആനയുടെ കണ്ണുകൾ തീരെ ചെറിയവയാണ്. മുറം പോലെയുള്ള ചെവികളും ഇരുവശത്തേക്കും തള്ളി നിൽക്കുന്ന വയറും പിൻഭാഗത്തുള്ള വസ്തുക്കളെ മറയ്ക്കുന്നതിനാൽ ആനയുടെ ദർശന ചക്രവാള വ്യാപ്തി ഇടുങ്ങിയതാണ്. അക്കാരണത്താൽ ശത്രു സാന്നിധ്യമറിയാൻ ശ്രവണേന്ദ്രിയത്തെയാണ് ആന ആശ്രയിക്കുന്നത്. ശ്രവണ സാധനയിൽ ഏർപ്പെടുന്ന യോഗിയുടെ പാതി തുറന്ന ധ്യാന നേത്രത്തെയാണ് ആനയുടെ ചെറിയ കണ്ണുകൾ പ്രതീകവൽക്കരിക്കുന്നത്. വലിപ്പം കുറഞ്ഞ ബാഹ്യനേത്രങ്ങൾ തുറന്നു പിടിച്ച അകക്കണ്ണിൻ്റെ പ്രതീകം കൂടിയാണ്. ആനയുടെ തുമ്പിക്കൈ ഘ്രാണസൂക്ഷ്മതയുടെ പ്രതീകമാണ്. ഭക്ഷ്യവും അഭക്ഷ്യവുമായ വസ്തുക്കളെ വേർതിരിച്ചറിയാനായി ആന മണത്തെയാണ് ആശ്രയിക്കുന്നത്. ആനയുടെ തുമ്പിക്കൈ ത്യാജ്യഗ്രാഹ്യ വിവേചന പ്രതീകമാണ്. ത്യാജ്യഗ്രാഹ്യ വിവേചനവും സത്യാസത്യ വിവേചനവും ഒന്നുതന്നെയാണ്. കൊമ്പ് വ്യക്തി അഭിമാനത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. കറുത്ത ആനയുടെ വെളുത്ത കൊമ്പുകൾ ചിന്തോദ്ദീപകമായൊരു കാവ്യബിംബമാണ്. വെളുപ്പ് പരിശുദ്ധിയുടെയും കറുപ്പ് അജ്ഞതയുടെയും പ്രതീകങ്ങളാണ്. കായശക്തിയിൽ വളരെ മുമ്പനാണെങ്കിലും ആ ബോധം ആനയ്ക്കില്ല. മനുഷ്യൻ കായശക്തിയിലേറെ പിന്നിലാണെങ്കിലും അവൻ്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ ആന കീഴടങ്ങി നിൽക്കും. ഈ വിരോധാഭാസത്തെ പ്രതീകവൽക്കരിക്കുന്ന കാവ്യബിംബമാണ് കറുത്ത ആനയുടെ നീണ്ടുകൂർത്ത വെളുത്ത കൊമ്പുകൾ. കായശക്തിക്ക് മേൽ ബുദ്ധിശക്തിക്കുള്ള പ്രഭാവത്തെയാണ് ഈ കാവ്യബിംബം പ്രതീകവൽക്കരിക്കുന്നത്. ഇനി 28 ഭാവരൂപങ്ങളിൽ വിരാജിക്കുന്ന ഗണപതി വിഗ്രഹം ഇഴപിരിച്ച് പരിശോധിച്ചു നോക്കാം. ശ്രീ മഹാഗണപതി ഇന്ദുചൂടനും അരുണവർണ്ണനും ത്രിനേത്രനുമാണ്. ഇന്ദുവിനെ ചൂടയിൽ, അതായത് മുടിക്കെട്ടിൽ അണിഞ്ഞിരിക്കുന്നവനാണ് ഇന്ദുചൂടൻ. ഇന്ദു അഥവാ ചന്ദ്രക്കല സൗരാഗ്നിയുടെ പ്രതിഫലിത ദൃശ്യമാണ്. സൂര്യാഗ്നിയുടെ വൈവർത്തം തന്നെയാണ് നിലാവെന്ന ബോധം വിശേഷ രൂപത്തിലുള്ള അറിവാണ്. ഗണപതിയുടെ ജഡാഭാരത്തെ അലങ്കരിക്കുന്ന ചന്ദ്രക്കലയും ജ്ഞാനാത്മകമായൊരു കാവ്യബിംബമാകുന്നു എന്നു സാരം. അരുണവർണ്ണം ത്യാഗപ്രതീകമാണ്. മൂന്നാം കണ്ണ് അന്തർനേത്രത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. താമര ഹൃദയപ്രതീകമാണ്. താമരപ്പൂവ് കയ്യിലേന്തിയ ദേവി പ്രകൃതിയുടെ പ്രതീകമാണ്. ദേവിയെ മടിയിലിരുത്തി ആശ്ലേഷിക്കുന്ന ശ്രീ മഹാഗണപതി പ്രകൃതി പുരുഷ സമന്വയത്തിൻ്റെ നേർക്ക് വിരൽ ചൂടുന്ന കാവ്യബിംബമാണ്. വിത്തുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഫലമാണ് മാതളം. സൃഷ്ടിയുടെ മൂലകാരണത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന പ്രതീകബിംബമായി മാതളത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. കരിമ്പും നെൽക്കതിരും യഥാക്രമം പഞ്ചസാരയുടെയും സ്റ്റാർച്ചിൻ്റെയും പ്രതീകങ്ങളാണ്. ശരീരപോഷണത്തിൽ ഇവയ്ക്കുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന പ്രതീകബിംബങ്ങളാണ്
കരിമ്പും നെൽക്കതിരും. ഗദ, ചക്രം, അമ്പ്, വില്ല്, അങ്കുശം, പാശം തുടങ്ങിയ ആയുധങ്ങൾ പ്രതിരോധത്തിനുള്ളവയാണ്. മുറിക്കൊമ്പ് അഹന്താത്യാഗത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. രത്നകലശം നിധിശേഖരത്തിൻ്റെ അഥവാ ട്രഷറിയുടെ പ്രതീകമാണ്. അഭയമുദ്ര സംരക്ഷണത്തിൻ്റെയും വരദമുദ്ര അനുഗ്രഹത്തിൻ്റെയും അടയാളങ്ങളാണ്. ആനയുടെ ഉയർത്തിപ്പിടിച്ച തുമ്പിക്കൈ ഓങ്കാരപ്രതീകം കൂടിയാണ്. ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഓങ്കാരത്തിനോട് സാദൃശ്യമുള്ള തുമ്പിക്കൈ ജ്ഞാനസ്വരൂപകമാണ്. ലോകവാഴ്വിൽ ഭൗതികതയുടെയും ആത്മീയതയുടെയും സമന്വയത്തിൻ്റെ അനിവാര്യതയ്ക്കു നേരെയാണ് ആനയുടെ തുമ്പിക്കൈ വിരൽ ചൂണ്ടുന്നത്. കൊമ്പ് അഹന്തയുടെ പ്രതീകമാണ്. എന്നാൽ ഇതര മൃഗങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് ആനയുടെ കൊമ്പുകൾ. കാരിക്കറുമ്പനായ ആനയുടെ കൊമ്പുകൾ തൂവെള്ള നിറമുള്ളവയാണ്. കൊമ്പ് വ്യക്തിത്വത്തിൻ്റെ പ്രതീക സൂചകമാണ്. കറുത്ത ആനയുടെ വെളുത്ത കൊമ്പുകൾ ഗൂഢാർത്ഥ ഗർഭമായൊരു പ്രതീക ബിംബമാണ്. ഗണപതിയുടെ ഒരു കൊമ്പ് മുറിഞ്ഞതാണ്. മുറിക്കൊമ്പ് അഹന്താത്യാഗത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഗണപതി മുറിക്കൊമ്പനായതിനെപ്പറ്റി 2 കഥകൾ പ്രചാരത്തിലുണ്ട്. പരശുരാമൻ തൻ്റെ മഴുകൊണ്ട് ഗണപതിയുടെ ഒരു കൊമ്പ് വെട്ടിമുറിച്ചു എന്നൊരു കഥയിൽ പറഞ്ഞിരിക്കും. സുബ്രഹ്മണ്യൻ ഒരു കൊമ്പ് ഒടിച്ചു കളഞ്ഞു എന്നാണ് മറ്റൊരു കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഗണപതി മുറിക്കൊമ്പനായതെങ്ങനെ എന്ന കഥ പറയുമ്പോൾ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതാണ്. ഇനി മനുഷ്യൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ചു നോക്കാം. ഇതര ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മനനശേഷിയാണ്. ശരീരവലിപ്പത്തിലും ശക്തിയിലും വളരെ പിന്നിലാണെങ്കിലും ആനയെപ്പോലും തളച്ചു നിർത്താനും അനുസരിപ്പിക്കാനുമുള്ള പ്രാപ്തി മനുഷ്യനുണ്ട്. ഭൂമിയിലിരുന്നു കൊണ്ട് വിശ്വപ്രപഞ്ചത്തെ നോക്കിക്കാണാൻ മനനബുദ്ധി മനുഷ്യനെ സഹായിക്കും. അന്തരീന്ദ്രിയങ്ങളാണ് മനുഷ്യനെ അതിനെ സഹായിക്കുന്നത്. ഇതര ജീവജാലങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി എന്ത് ക്രൂരതയും പ്രവർത്തിക്കാൻ മനുഷ്യന് മടിയില്ല. എന്നാൽ ക്രൂരത മാനവികതയ്ക്ക് ഭൂഷണമല്ല. മൃഗീയതയെ അടക്കി നിർത്തി വിശ്വാധിപത്യം നേടിയെടുക്കുന്നിടത്താണ് മാനവികതയുടെ മഹത്വം അടയാളപ്പെടുന്നത്. അറിവിനെ അനുഭവവേദ്യമാക്കി തീർക്കുന്ന അവയവം മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിൻ്റെ സ്ഥാനം ശിരസിൻ്റെ ഉള്ളിലാണ്. യോഗസാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജ്ഞാനസാധകൻ്റെ ഗുണവിശേഷങ്ങളോടുകൂടിയ ആനത്തല മനുഷ്യകണ്ഠത്തിൽ ചേർന്നിരിക്കുന്ന അവസ്ഥ മാനവീയതയിലേക്കുള്ള മൃഗീയതയുടെ പരിണാമ സൂചകമാണ്. സർവ്വജീവജാലങ്ങളുടെയും നാഥൻ എന്ന നിലയിലാണ് ഗണപതി ആരാധിക്കപ്പെടുന്നത്. മനുഷ്യഗണം, ദൈവഗണം, അസുരഗണം, ഭൂതഗണം എന്നിങ്ങനെ ഗണങ്ങൾ പലതുണ്ട്. ചരാചര പ്രകൃതിയിലെ വകഭേദങ്ങളാണിവ. ഈ വിഭജനം ഗുണാധിഷ്ഠിതമാണ്. സർവഭൂതഗണാധിപത്യം യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ കായശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും സമന്വയം കൂടിയേ തീരൂ. ആ സമന്വയത്തിൻ്റെ പ്രതീകമാണ് ഗണപതി വിഗ്രഹം. ഗണപതിയുടെ ബിംബകൽപ്പന കവിഭാവനയുടെ സൃഷ്ടിയാണ്. അതിൻ്റെ വാങ്മയ രൂപം കാവ്യാത്മകമായിട്ടാണ് പുരാണകവി രേഖപ്പെടുത്തിയത്. ചിത്രകാരന്മാർ അതിനെ ചിത്രഭാഷയിലൂടെയും ശില്പികൾ ബിംബഭാഷയിലൂടെയും പുനരാവിഷ്കരിച്ചു. അങ്ങനെയാണ് ഗണപതി നരഗജനായി പരിണാമപ്പെട്ടത്. ഭാരതീയ ദൈവസങ്കല്പത്തിലെ ദാർശനിക ദീപ്തി ഈ ബിംബകൽപ്പനയിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. മനനായുധം മനസ്സാണ്. മനസ്സിൻ്റെ ഇരിപ്പിടം ഹൃദയമാണെന്ന് ആർഷകവികൾ ഭാവന ചെയ്തു. മനസ്സുൾപ്പെടുന്ന അന്ധക്കരണങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും സമന്വയ പ്രതീകമാണ് മനുഷ്യൻ്റെ കഴുത്തിൽ ചേർന്നിരിക്കുന്ന ആനത്തല. വിഗ്രഹാരാധനയുടെ പിന്നിലുള്ള ദർശനശാസ്ത്രം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള രഹസ്യമാണ്. ഭാരതീയമായ എല്ലാ ദേവീദേവന്മാരുടെയും വിഗ്രഹങ്ങൾ ഗൂഢാർത്ഥഗർഭങ്ങളായ കാവ്യബിംബങ്ങളാണ്. നിറവും ആടയാഭരണങ്ങളും
ശിരസ്സുകളും മറ്റവയവങ്ങളും വഹിച്ചിരിക്കുന്ന ആയുധങ്ങളും മറ്റ് വസ്തുക്കളുമെല്ലാം പ്രതീകങ്ങളാണ്. ഗണപതിയുടെ 28 ഭാവരൂപങ്ങൾ വിശദമായി നിരൂപിച്ചറിയുമ്പോൾ ഭാരതീയ ദൈവസങ്കല്പത്തിൽ അന്തർലീനമായി കിടക്കുന്ന സർവ രഹസ്യങ്ങളും വെളിപ്പെട്ട് കിട്ടുന്നു. അക്കാരണത്താലാണ് ഗണപതി വിനായകനും ഭൂതഗണാധിപനുമായി വാഴ്ത്തപ്പെടുന്നത്.